ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. പ്രാർത്ഥിക്കാം ഒരു നിമിഷം. തമ്പുരാനെ, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന, ദൈവാത്മാവിന് അത്ഭുതം വിരിയിക്കാൻ കഴിയുന്ന ജഡികരല്ലാത്ത ആത്മീയതയുടെ മനുഷ്യരായി ഞങ്ങൾ മാറ്റണേ. കാഴ്ചപ്പാടുകളിലും സ്വപ്നങ്ങളിലും പ്രതീക്ഷകളിലും പുതിയ സാധ്യതകളെ തുറക്കണേ ഈശോയെ. ആത്മാവ് ഏറ്റെടുക്കാനും ജഡത്തിൻ്റെ വ്യാപാരങ്ങളെ വെടിഞ്ഞ് ആത്മാവിൻ്റെ ഫലങ്ങൾക്കിണങ്ങുന്ന ജീവിതത്തിലേക്ക് മാറാൻ കൃപയേകണമേ. മാതാവേ, ഈ ആത്മീയ വിചിന്തനത്തെ ആഴത്തിൽ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായിട്ട് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ജഡത്തോട് ചുറ്റിപ്പറ്റി ജീവിക്കാനാവില്ല. ആത്മാവിൽ ചുറ്റിപ്പറ്റിയ ഒരു ജീവിതമായിരിക്കും എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. പൗലോസ്ലീഹ ഇങ്ങനെ പറയാനായിട്ട് കാരണമുണ്ട്. തൻ്റെ ജീവിതത്തിൽ ജഡമെന്നൊക്കെ പറയുമ്പം വേണ്ടാത്ത ആഗ്രഹങ്ങളെന്നോ ഇച്ഛകളെന്നോ മാത്രം പരിമിതപ്പെടുത്താതെ ദൈവരാജ്യമെന്ന സങ്കല്പത്തിനും സ്വപ്നത്തിനുമെതിരായിട്ട് താൻ കരുതിയ ആദർശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിഷ്ഠയുള്ള നിലപാട് സ്വീകരിച്ച ഒരു മനുഷ്യനാണ് കുതിരപ്പുറത്തുനിന്ന് തട്ടിത്താഴെ ഇടപെട്ട് ജീവിതത്തിൽ വലിയ ആത്മീയതയുടെ ഉണർത്തിൻ്റെ ജീവിതമായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വിരിഞ്ഞ് ശോഭിക്കുന്നത്. തിരിച്ചറിയണം, തൻ്റെ ജീവിതത്തിൻ്റെ ഈ കൃത്യതയാർന്ന പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയാണ്, ജഡബദ്ധമായ ലോകത്തെ ലൗകികതയെ പ്രണയിക്കുന്ന ഒരു ജീവിതത്തിന് നാം പോലും അറിയാതെ ചില അപകടങ്ങളും അനർത്ഥങ്ങളും അനുഗ്രഹീതമല്ലാത്ത അവസ്ഥകളും ഉണ്ടാകും. കാനഡയിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, അവിടെ ഒരു 40 വയസ്സ് പ്രായമുള്ള ഒരു ഡോക്ടർ, അദ്ദേഹം നല്ലൊരു വിശ്വാസിയാണ്. കെയർ ഹോമിൽ ഈ വൃദ്ധരായ ആളുകളെ പരിചരിക്കാനായിട്ട് കടന്നു വരുമ്പം അദ്ദേഹം പലപ്പോഴും രോഗികളെ പരിശോധിക്കണതും അവരെ വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുക്കുന്നതും മുട്ടുകുത്തി നിന്നുകൊണ്ടാണ്. ഈ സഹോദരി എന്നോട് പറയാണ്, അച്ഛാ, ഭയങ്കര അത്ഭുതം തോന്നും. ഇത്രയും ഒരു ഉന്നത സ്ഥാനികനായ ഒരു വ്യക്തി ഈ കിടപ്പ് രോഗികളായ ഈ പറയുന്ന മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിലെത്തിയ ഈ പ്രിയപ്പെട്ടവരുടെ അരികിൽ, ചെറുപ്പക്കാരുടെ അടുത്ത് ആളാകാൻ വേണ്ടിയൊന്നുമില്ല, വളരെ ആദരവോടുകൂടിയിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഒരു രോഗ ചികിത്സ ഇടപെടലുകൾ നടത്തുകയാണ്. ഈ സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യം, ഈ ഡോക്ടറുടെ സാന്നിധ്യം തന്നെ ഒരു സൗഖ്യമാണ്. വാക്ക് ശ്രദ്ധിക്കണം. ഒരു വ്യക്തിയുടെ സാന്നിധ്യം, അതായത് ആത്മീയതയോട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയിലുള്ള സാന്നിധ്യം തന്നെ, ആ വ്യക്തിയുടെ നിലപാട് തന്നെ, സംസാരം തന്നെ, അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് നൽകുന്ന ഉണർവ്, ഊർജം, ചൈതന്യം, അത് പറഞ്ഞറിയിക്കാനാവില്ല. അതുകൊണ്ട് ആത്മീയത എന്ന് പറയണത് ഒരു ആഡംബരമായിട്ടും അതൊരു അധികപ്പറ്റായിട്ടും കാണുന്ന ഒരു പുതിയ കാലത്തോട് തമ്പുരാൻ്റെ വചനം പറയാണ്, ഈ ആത്മീയരാകുന്നവർക്കുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. സത്യത്തിൽ ആത്മീയരാകുന്നതിന് എന്താ ഗുണമുള്ളത്? ചെറുപ്പക്കാരൊക്കെ ഇന്ന് പലപ്പോഴും സംവാദത്തിനിടയിലൊക്കെ നമ്മളോട് പറയണത്, ആത്മീയത എന്നൊക്കെ പറയുന്നത് അതൊരു ആടയാഭരണം പോലെ ഉപയോഗിക്കണതും ആവശ്യം കഴിയുമ്പം അഴിച്ചു മാറ്റുന്നതുമാണ്. ഒന്നുമല്ല, ജീവിതത്തോട് അതിൻ്റെ സമഗ്രതയിൽ സ്വാധീനിക്കുന്ന, ഉള്ളംകാൽ മുതൽ ഉച്ചി വരെയുള്ള ഓരോ ഇടത്തിലേക്കും വലിയ സ്വാധീനമായി മാറുന്ന ഒന്നാണ് ആത്മീയത എന്നറിയണം. വളരെ കാം ആൻഡ് ക്വയറ്റായിരുന്ന ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തെക്കുറിച്ച് അമ്മ പറഞ്ഞു, ഈ ലോക്ക്ഡൗൺ കാലം കൊണ്ട് പിടിച്ചാൽ കിട്ടണ്ടായി. എന്ന് വെച്ചാൽ വിശ്വാസത്തിലും ആത്മീയതയിലും അഭിഷേകത്തിലുമൊക്കെ ജീവിച്ച കുരുന്നിൻ്റെ ജീവിതം തികച്ചും വ്യത്യാസപ്പെട്ട ഒരു സ്ട്രീമിലേക്ക്, ഒരു ദർശനത്തിലേക്ക് ചുവടുമാറ്റിയിരിക്കുകയാണ്. ഒരു സഹോദരി പറയുകയാണ്, ഭർത്താവിൻ്റെ വീട്ടിൽ മാതാപിതാക്കൾ അധിക സമയവും ടി വിയിൽ സീരിയലുകളും സിനിമയും അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ കാണുകയാണ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും
അത്തരം കാര്യങ്ങൾ കാണാൻ 3 വയസ്സൊക്കെ കുഞ്ഞിനുള്ളൂ. അത്തരം കാര്യങ്ങൾ കാണാനുള്ള അമിതമായ താല്പര്യമുണ്ടായി. എന്നാൽ ഈ പെൺകുട്ടിയുടെ സ്വന്തം വീട്ടിൽ അവർ ശാലോമും ഗുഡ്നസ്സും അങ്ങനെയുള്ള ആത്മീയ ചാനലുകൾ വയ്ക്കുന്നു. അവർ അധിക സമയവും വചനം വായിക്കലും ആത്മീയ കാര്യങ്ങൾ ചെയ്യലും. അപ്പോൾ ഈ കുഞ്ഞ് ഭൂരിഭാഗം സമയവും തൻ്റെ കയ്യിൽ കൊന്ത പിടിക്കുന്നു, ബൈബിൾ എടുക്കുമ്പം ഈശോ ഈശോ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് നോക്കിക്കേ, ഈ പശ്ചാത്തലമുണ്ടാക്കുന്ന മാറ്റം. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ആത്മീയരുടെ അല്ലെങ്കിൽ ആത്മാവുള്ളവരുടെ സവിശേഷതകളെക്കുറിച്ച് വെറുതെ ചില ഓർമ്മപ്പെടുത്തലുകൾ മനസ്സിൽ കുറിക്കണമല്ലോ. ഒന്നാമത്തെ ഒരു കാര്യം, പാപത്തിലും മരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടും. ആത്മാവിലുള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിന് പാപത്തോടും മരണത്തോടുമുള്ള ബന്ധം നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യാസപ്പെട്ടതായിരിക്കും. പാപത്തോടും മരണത്തോടുമുള്ള ഒരു വ്യക്തിയുടെ ബന്ധമെന്ന് പറയുന്നത് അത് ഭയത്തിൽ അധിഷ്ഠിതമാണ്. എന്നാൽ ആത്മാവിൽ ജീവിക്കുന്നവൻ പാപത്തോട് സർപ്പത്തിൽ നിന്ന പോലെ അകലം പാലിക്കും. മരണത്തെ അവന് ഭയം ഉണ്ടാവില്ല. ആത്മാവിലുള്ള വ്യക്തിയുടെ പ്രത്യേകത. രണ്ടാമത്തേത്, ശരീരത്തിൻ്റെ ബലഹീനതകളെ അനുഗ്രഹത്തോടെ കൈകാര്യം ചെയ്യാനാവും ഈ ആത്മാവിലുള്ളവർക്ക്. ഈ ശരീരം സ്വഭാവേന ബലഹീനമാണ്, ചായ്വുകളുള്ളതാണ്. അതിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം ആത്മാവിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കുക എന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, നിയമം അനുസരിക്കാനായിട്ട് എളുപ്പമാണ് ആത്മീയർക്ക്. അപ്പം ആരാണ് ഈ നിയമത്തിൻ്റെ മേഖലയിലൊക്കെ ധാർഷ്ട്യത്തിൻ്റെ നിലപാട് സ്വീകരിക്കുന്നത്, ഒരിക്കലും നിയമത്തോട് അടുപ്പമില്ലാതെ ജീവിക്കുന്നത്, അവർ ഈ ആത്മീയതയിൽ നിന്നും അകലം പാലിക്കുന്നവരാണ് എന്നാണ് കണ്ടെത്തുക. നാലാമത്തെ ഒരു കാര്യം, ആത്മീയർക്ക് എന്തും ഏതും ശ്രദ്ധിക്കാൻ കഴിയും. ഒരു കോൺസെൻട്രേഷനുള്ള പവർ കൂടുമെന്ന് പറയുന്നത് ആത്മീയത കൊണ്ട്. നമ്മുടെ പിള്ളേർക്കൊന്നും ഇന്ന് 1 മിനിറ്റ് 10 മിനിറ്റ് 5 മിനിറ്റൊക്കെ ഇരിക്കാൻ പറഞ്ഞാൽ അത്ഭുതമാണ്. അവർക്ക് വളരെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ പോലും അവരിയ്ക്കണത് ചുമ്മാ ഒന്ന് വാച്ച് ചെയ്താൽ നമ്മളെ അത്ഭുതപ്പെടുത്തും. പ്രാർത്ഥനയ്ക്കിടയിലൊക്കെ 10 നന്മ നിറഞ്ഞ മറിയത്തിനിടയിൽ 16 പ്രാവശ്യം മാന്തുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, തലയിലും കാലിലും കഴുത്തിലും സർവാംഗം. അപ്പോൾ ആത്മീയരുടെ പ്രത്യേകത അവർക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും എന്നതൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആത്മീയ പിതാക്കന്മാരൊക്കെ പറഞ്ഞത്, കുട്ടികളൊക്കെ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോഴൊക്കെ നല്ല വചനങ്ങളും ആത്മീയ ചിന്താധാരകളുമൊക്കെ ജീവിതത്തിൽ സ്വീകരിച്ചാൽ അനുഗ്രഹമാകും. അഞ്ചാമത്തെ കാര്യം, ആത്മീയരുടെ പ്രത്യേകത അവർ ജീവനുള്ള വ്യക്തികളായിരിക്കും. അവരിൽ തമ്പുരാൻ്റെ ജീവൻ്റെ തുടിപ്പുള്ളത് കൊണ്ട്, തമ്പുരാൻ്റെ ചൈതന്യം ഈ ആത്മാവിൻ്റെ ചൈതന്യമായിട്ട് ജ്വലിച്ചു നിൽക്കുന്നത് കൊണ്ട് അവർ കരിക്കട്ട പോലെ ഇരിക്കില്ല, അവർ തീക്കട്ട പോലെ ഇരിക്കും. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആറാമത്തെ ഒരു കാര്യം, അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആത്മീയരായിട്ടുള്ള വ്യക്തികൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് എളുപ്പമാണ്. അവരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം കൊടുക്കും. പല ആളുകളും ജീവിതത്തിൻ്റെ ഗതികേട് വന്നു കഴിയുമ്പം, ഇനി വണ്ടി മുൻപോട്ട് പോകില്ലെന്നറിയുമ്പം ദൈവത്തെ ആഞ്ഞു വിളിക്കുന്നവരെ കാണാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രസാദകരമായിട്ട് ജീവിച്ചു കഴിഞ്ഞു പോകുന്നവർക്കാണ് ഒറ്റ വിളി കൊണ്ട് സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കാനായിട്ട് പറ്റുള്ളൂ. ഒറ്റ വിളി കൊണ്ട് സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കാൻ പറ്റും. മരണാസന്നമായ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ഒരു സഹോദരി എന്നോട് പറയാണ്, പഠിച്ച് ജീവിതത്തിൽ പാലിച്ച കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥനയും അത്ഭുതങ്ങളുടെ നൊവേന പുസ്തകങ്ങളും ഒക്കെ കയ്യിൽ പിടിച്ചിട്ടും ഈ 7 അല്ലെങ്കിൽ 9 ദിവസം ഇത്തരം ആത്മീയ കർമ്മങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാൻ പോലും സാധിക്കുമോ എന്ന് സംശയമുള്ളതുകൊണ്ട് ഈ അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഈ 9 ദിവസത്തെ നൊവേന ഒറ്റ ദിവസം കൊണ്ട് 9 പ്രാവശ്യമായിട്ടങ്ങ് ചെല്ലുക. ഇടപെടണം തമ്പുരാനെ. ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളുള്ളത് കൊണ്ട് ദൈവം വളരെ അത്ഭുതകരമായിട്ട് ഈ ജീവിതത്തിലേക്ക് ഇടപെടുന്നത് കാണാനായിട്ട് കഴിയും. അതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെയും അവസാനത്തെയും കാര്യം, ഈ ആത്മീയരുടെ ജീവിതത്തിൽ നിന്ന് ഭയത്തെ ദൈവം അത്ഭുതകരമായി, നിരാശയെ ദൈവം എടുത്തു മാറ്റും. പുതിയ കാലത്തിൻ്റെ വലിയൊരു അപകടം അവിടെ കിടക്കണേ. പെട്ടെന്ന് ഡിമ്മാകുക, ആ വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഡിപ്രസ്ഡ് ആകുക, ഒന്നിനോടും താല്പര്യമില്ലാണ്ടായിട്ട് മാറുക, ടോട്ടലി ഒരു വൈമുഖ്യത്തിൻ്റെ മനസ്സുണ്ടാവുക. ഇത്തരമൊരു മനോഭാവത്തിലേക്ക് ഒരു കുരുന്ന ജീവിതം, ഒരു ജീവിതം രൂപാന്തരപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലെ കാരണം ആത്മീയതയുടെ ചുവടോട് ചേർന്ന ജീവിതത്തെ ഒന്ന് രൂപപ്പെടുത്താനായിട്ടുള്ള സാധ്യതകളെ നഷ്ടപ്പെടുത്തിയതാണ് എന്നറിയണം. കൃത്യമായിട്ടും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ആത്മീയർക്ക് വേണ്ട എല്ലാ അനുഗ്രഹ സാധ്യതകളെയും നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതം
ദൈവത്തിന് പ്രീതികരമായ ഒരു പുതിയ ജീവിത ശൈലിയായി രൂപാന്തരപ്പെടും. ഈ നാളുകളിൽ വായിച്ചൊരു കുറിപ്പ് എന്നെ വല്ലാണ്ട് വിസ്മയിപ്പിച്ചു. ദൈവം നിൻ്റെ ചരിത്രം എഴുതാനായിട്ട് നിന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം ചരിത്രം എഴുതിയാൽ നമ്മൾ എഴുതണത് പോലെ ആയിരിക്കില്ല. നമ്മളിപ്പോൾ എഴുതുമ്പം അധികവും നമ്മൾ സൂക്ഷിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ സാധ്യതകൾക്കപ്പുറം ചില മുറിവേറ്റതിൻ്റെയും മുറിപ്പെടുത്തിയതിൻ്റെയും ഒക്കെ ശേഷിപ്പുകളാണ്. ആത്മകഥകൾ അധികവും ജീവിതത്തിൽ ആത്മനിർവൃതിക്ക് ഉപകാരപ്പെടുന്ന ഒന്നുമല്ല. പലപ്പോഴും ആത്മകഥകളിൽ അധികവും ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിലേക്ക് ടാർഗറ്റഡാണ്. നാളുകളിലൊക്കെ നമ്മുടെ നാട് ചർച്ച ചെയ്യുന്ന ആത്മകഥകൾ പോലും അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അതൊരു ടാർഗറ്റിനോട് ബന്ധപ്പെടുത്തിയിട്ടാകുമ്പം അതിനകത്ത് അപകടകരമായ സ്വാധീനം ഉണ്ടാവും. എന്നാൽ തമ്പുരാൻ ഒരാളുടെ ചരിത്രം എഴുതാൻ തീരുമാനമെടുത്താൽ, വിശുദ്ധരെന്ന് പറയണത് ദൈവം ചരിത്രം എഴുതാനായിട്ട് സ്വയം വിട്ടുകൊടുത്ത ഒരു സമൂഹം. മനുഷ്യൻ ചരിത്രം എഴുതുമ്പം അതിനകത്ത് വേണ്ടാത്ത ചേരുവകളൊക്കെ ചേരുമെങ്കിൽ ദൈവം ചരിത്രം എഴുതാനായിട്ട് തങ്ങളെ തന്നെ ആത്മസമർപ്പണം ചെയ്തവരാണ് വിശുദ്ധർ എന്നോർമ്മിക്കണം. ആത്മീയരും മറ്റൊന്നുമല്ല, ആത്മീയതയുള്ളവരുടെ ചരിത്രം അത് തമ്പുരാൻ എഴുതും. അത് തമ്പുരാൻ എഴുതുകയും അത് ലോകത്തിലേക്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതൊരു പ്രസാധകൻ്റെ പണിയല്ല, അത് തമ്പുരാൻ്റെ പണിയാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നൊരു വലിയ സത്യം ഈ അവബോധങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന ഈ നാളുകളിൽ നഫ്തലി എന്ന് പറയുന്ന റബ്ബിയുടെ കുറിപ്പ് വായിക്കാനിടയിൽ അദ്ദേഹം ഇങ്ങനെ തൻ്റെ സഞ്ചാരവീതിയിൽ കാവൽ നിൽക്കുന്ന ഒരു മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ ആർക്കു വേണ്ടി കാവൽ നിൽക്കുന്നു? എന്തിനു വേണ്ടി കാവൽ നിൽക്കുന്നു? എന്താണ് ഇതിൻ്റെ പുറകിൽ ലക്ഷ്യം? സിമ്പിളായിട്ട് മറുപടി പറഞ്ഞു, എനിക്കങ്ങനെയൊന്നും ഇല്ല. പക്ഷേ അയാളൊരു മറുചോദ്യം ചോദിച്ചു, താങ്കളൊരു വലിയ ഗുരുവല്ലേ, താങ്കൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ സേവ ചെയ്യുന്നത്, അധ്വാനിക്കുന്നത്? ഈ നഫ്തലി എന്ന് പറയുന്ന റബ്ബി പറയുകയാണ്, ഒരു റബ്ബിയായിരുന്നിട്ട് കൂടെ അവൻ്റെ ചോദ്യം എന്നെ വല്ലാണ്ട് ഭാരപ്പെടുത്തി. ഏറെ നാളായിട്ട് ഞാൻ തമ്പുരാന് വേണ്ടി ജീവിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും ഈ ചോദ്യം എന്നെ വല്ലാണ്ടൊന്ന് കുഴക്കി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ അവനെ എൻ്റെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്നോ, എൻ്റെ ജീവിതത്തിന് അവൻ്റെ ഈ ചോദ്യം എന്നും എന്നും ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് മാറാൻ. ഓർത്ത് നോക്കിക്കേ, ഒരാത്മീയ ദർശനമുള്ള വ്യക്തിക്ക് മാത്രമാണ് ഇത്തരം ജീവിതാനുഭവങ്ങളെ ഇതേ കണ്ണിലും കാഴ്ചപ്പാടിലുമൊക്കെ വായിച്ചെടുക്കാൻ കഴിയൂ. നമ്മളിങ്ങനെ ലോകത്തിൻ്റെ ദർശന വഴികളിലൂടെ കടന്നു പോകുന്നവർക്ക് ഇതൊരു ഭാരമേ ആയിട്ട് മാറില്ല. അപ്പോൾ ആത്മീയരുടെ ജീവിതത്തെയാണ് ദൈവം ഏറെ കരുതുന്നത്. അവർക്ക് മാത്രമേ ഈ ലോകത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധ്യമാകൂ എന്നറിയണം. ജഡിക മനുഷ്യൻ്റെ പ്രത്യേകത കൃത്യമായിട്ടും ഗലാത്യ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എല്ലാവർക്കും അറിയാം. വിശുദ്ധ പൗലോസ് പറയാണ്, അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈദൃശമായവയും. ആത്മാവ് നൽകുന്ന ബലത്തിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ഡൈമെൻഷനിലേക്ക് ജീവിതമെന്ന് മാറിക്കഴിയുമ്പം ഈ മേൽപ്പറഞ്ഞ മുഴുവൻ കാര്യങ്ങളുടെയും അവതാരമായിട്ട് എൻ്റെ ജീവിതം രൂപാന്തരപ്പെടുകയാണ്. അവിടെയാണ് തമ്പുരാൻ പറയണത്, ആത്മാവിൽ നിറഞ്ഞ് ആത്മീയതയെ മുറുകെ പിടിച്ച് ജഡത്തിൻ്റെ വഴികളിൽ നിന്ന് ഒന്ന് ചുവട് മാറ്റിയാൽ നമ്മളെ ദൈവം ഏറ്റെടുത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ഫിലിപ്പിയ ലേഖനം 3:3 നമ്മൾ വായിക്കുന്നുണ്ട്, ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യണം. അപ്പം ഈ ആത്മാവ് നിറഞ്ഞ് അഭിഷേകത്തിൻ്റെ പുതുസാധ്യതകളിലേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്തേ നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങും, അത്ഭുതമാകാൻ തുടങ്ങും. സാൻ സക്കീസിൻ്റെ ഒരു കുറിപ്പുണ്ട്. അദ്ദേഹം ഇങ്ങനെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്താ പറ്റിയേ? നിൻ്റെ ആടയാഭരണങ്ങളൊന്നും ഇല്ലല്ലോ, നിൻ്റെ പഴയ പഞ്ചും ഷോയും ലുക്കും ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു. ദൈവത്തിന് വേണ്ടി കിട്ടും. അപ്പോൾ അവൻ കുറച്ചും കൂടെ വിടർത്തി പറഞ്ഞു, ഞാൻ പിശാചിൽ നിന്നും കടം വാങ്ങിയതൊക്കെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനമെടുത്തു. പിശാചിൽ നിന്നും കടം വാങ്ങിയതൊക്കെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു എന്നാണ് ആ ചെറുപ്പക്കാരൻ അസീസിയിലെ ഫ്രാൻസിസിനോട് പറഞ്ഞത്. നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയണത് അത് അനുഗ്രഹമാകണമെങ്കിൽ, അത് അഭിഷേകാത്മകമാകണമെങ്കിൽ, അത് പ്രിയപ്പെട്ടവർക്കും ഒപ്പമായിരിക്കുന്നവർക്കും ഒരു ഭാരമാകാതെ ഉൽപ്പത്തി 12:2 ഓർമ്മപ്പെടുത്തും പോലെ ഒരു അനുഗ്രഹമായി മാറണമെങ്കിൽ വഴി ഒന്നേ ഉള്ളൂ, പിശാചിൽ നിന്നും കടം കൊണ്ട ഈ ലോകത്തിൻ്റെ സകലതിനെയും ഉപേക്ഷിക്കാൻ സന്നദ്ധമാകണം.
നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ആത്മാവിൽ നിറഞ്ഞ് ആത്മീയതയുടെ അഭിഷേകത്തിൽ ആഴപ്പെട്ട് ജഡത്തിൻ്റെ ബന്ധനങ്ങളെയും ജഡമേകുന്ന സാധ്യതകളെയും ഉപേക്ഷിച്ച് ഞങ്ങൾ കൂടുതൽ അഭിഷേകം നിറഞ്ഞവരായി മാറട്ടെ. കർത്താവേ, ജഡത്തിൻ്റെ മനുഷ്യർ ഇഷ്ടം പോലുള്ള ലോകത്തിൽ ആത്മീയ മനുഷ്യർ കുറവുള്ള ഈ കാലത്ത് ഞങ്ങൾക്കും ആത്മീയതയുടെ അടയാളങ്ങളും ആത്മീയതയിൽ ബലമായി മാറുന്ന അഭിഷേകവും നൽകണമേ. ഈശോയെ, പറഞ്ഞാൽ പ്രകൃതിയും ജീവജാലങ്ങളും കേൾക്കുമെന്ന് പറഞ്ഞ് ഒരു സന്യാസി പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്: ഒരു 15 കൊല്ലം നാവുകൊണ്ട് നുണ പറയാതെയും കുറ്റം പറയാതെയും ഇരുന്നാൽ നീ പറയണത് പോലെ ഈ പ്രകൃതിയിൽ സംഭവിക്കും. ഞങ്ങൾക്കും കൃപ തരണേ, അഭിഷേകം തരണേ, അനുഗ്രഹിക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.